അനുമോളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് നടന്ന എല്ലാം ഇപ്പൊ എവിടാണ് പോയത്? എന്തായാലും ബിഗ് ബോസ് 7ന്റെ പണിയെല്ലാം അതുക്കും മേലെയുള്ള പണിയാണ് ഇവറ്റകൾക്ക് വെച്ചിരുന്നത്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രം വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ അത് കണ്ട എല്ലാവർക്കും അറിയാം ഇന്ന് ഞാൻ ഇനി അടുത്ത വീഡിയോ എന്താണ് ഇടാൻ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം. കുറേ എണ്ണം ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അനുവിൻ്റെ PR ആണോന്നും. അനുവിൻ്റെ PR ആണ്, അനുവിൻ്റെ PR എന്ത് തന്നെ വിചാരിച്ചാലും നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് കളിക്കുന്നവരോടും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് നല്ലതാണ് നമ്മൾ അവരുടെ കളി കണ്ടിട്ട് അവരെയാണ് നമുക്ക് പിന്തുണയ്ക്കാൻ ആഗ്രഹമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നേരത്തെ പറഞ്ഞതാണ്, ആരാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ പിന്തുണച്ച് സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്തുണച്ച് റിവ്യൂ ചെയ്തിരിക്കും. ഇപ്പോൾ എനിക്ക് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ അനുമോളാണ് നന്നായിട്ട് കളിക്കുന്നത് എന്നെനിക്ക് 100% ബോധ്യമുണ്ട്. അനീഷ് കളിക്കുന്നുണ്ട്, ഷാനവാസ് കളിക്കുന്നുണ്ട്, വേറെ എല്ലാം മരവാഴകൾ, ഇത്രേ പറയാനേ പറ്റൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉപ്പൂപ്പ എന്തെന്ന് പറഞ്ഞ മൂത്താപ്പ അക്ബർ, പരദൂഷണ കമ്മിറ്റി സെക്രട്ടറി, ഈ മൂത്താപ്പ അക്ബറിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ചൊറിയാണ്. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് അവരെ ചൊറിയുന്നതാണോ ഇയാളൊക്കെ കൊടുക്കുന്ന കണ്ടന്റ്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം, എന്തൊക്കെയാണെന്നെല്ലാം നോക്കാം. അപ്പോൾ ലൈവ് ഇപ്പോൾ 7ന്റെ പണി, ബിഗ് ബോസ് 7ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് ഗൈസ്. എന്താണെന്നല്ലേ, അടിമകൾ. ഇവർക്ക് നമ്മുടെ സ്വേച്ഛാധിപതികളായ 2 പേരുണ്ടായിരുന്നല്ലോ. ആരൊക്കെയാണ്? നമ്മുടെ നിവിനും ജിസേലും. അവരുടെ 7 അടിമകൾ ഉണ്ടായിരുന്നു. അടിമകളല്ലാത്തവർ എന്തുകൊണ്ട് അടിമകളല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യോഗ്യത കുറേ രാവിലെ തൊട്ട് അനുമോളെ കുറേ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടിമകളല്ലാതിരുന്നവരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ ഉടമകളായി. അവരാണ് മാന്യമായിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ബാക്കി എല്ലാത്തിനും പണി കിട്ടി. ജിസേലിനും നമ്മുടെ നിവിനും കൂടി പോയിട്ട് കുറേ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ലൈവ് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം. അപ്പോൾ രാവിലത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ച മുതൽ ഇപ്പോൾ രാവിലെ അനുമോള് പാത്രം കഴുകി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നവരെയായിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനുമോള് രാവിലത്തെ പാത്രങ്ങൾ മുഴുവൻ കഴുകിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴും കഴിച്ചില്ല. ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് അനുമോള് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അനുമോള് കഴിച്ചു കഴിഞ്ഞിട്ട് അനുമോള് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും ഓരോ ആൾക്കാരും ഓരോന്നിനും, അപ്പോൾ രാവിലത്തെ പാത്രം മുഴുവൻ കഴുകിയിട്ടാണ് അനുമോള് പോയതെന്ന് നമ്മൾ ആലോചിക്കണം. വെസൽ ടീമിൽ ഇന്നലെ തന്നെ ഇറങ്ങി പൊടിയെന്നും പറഞ്ഞ് കിച്ചണിൽ വളരെ അപമാനിക്കപ്പെട്ടു ാണ് പിന്നെ അനുമോൾ ഇറങ്ങിപ്പോയി. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ടില്ല. അത് 1 മണിക്ക് ആയപ്പോഴാണ് ആ ഒരു 2 ദോശ, തണുത്ത് ഉറച്ച ദോശ കഴിച്ചത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും വളരെ മോശമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഡ്രാമ, അവർ ആര്യമായിട്ട് എന്തോ സംതിങ് കൊണ്ട് ലൗഡ് ട്രാക്ക് പിടിക്കുന്നു. എന്നാലേ അനുമോളിന് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ വിവരദോഷികൾക്ക് എന്തോ അറിയാം. അനുമോളിന് നിൽക്കാനായിട്ട് ഒരു ലൗഡ് ട്രാക്കും പിടിക്കേണ്ട. അനുമോൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. കുറേ എണ്ണം എഴുകുന്നുണ്ട് അനുമോള് സ്റ്റാർ മാജിക് കഴിഞ്ഞ് അഴിഞ്ഞാടിയതെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നവന്മാർക്ക് നാണമില്ലേ? സ്റ്റാർ മാജിക്കിൽ അതൊരു ഷോ ചെയ്യാനാണ് പോയി. ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ അയാളെ കിട്ടത്തുള്ളൂ ഈ അനുമോൾക്ക്. അല്ല, ഞാൻ ഒരു നിസ്സാരമായിട്ട് ചോദിക്കുക, ഈ തങ്കച്ചൻ എന്ന് പറയുന്ന അങ്ങേരെ കിട്ടത്തുള്ളൂ അനുമോൾക്ക്? അനുമോൾ നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. വളരെ നല്ല കഴിവും നല്ല സൗന്ദര്യവും നല്ല സ്വഭാവവും നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ. അതിനൊക്കെ നല്ല ആമ്പിള്ളേരെ കിട്ടും. അല്ലാണ്ട് ഈ തങ്കച്ചനെ പോലുള്ള ആൾക്കാരെയൊന്നും അല്ല കിട്ടുന്നത്. ഇത് പറയുന്ന വിവരദോഷികൾക്ക് ഒട്ടും വിവരമില്ലേന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഷോയിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഷോയിൽ എന്തായാലും വളരെ മോശമായിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ റെന, ഫാത്തിമ, അക്ബർ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഈ കുത്തിത്തിരിപ്പ് കക്ഷികളുണ്ടല്ലോ, കുറേ കുത്തിത്തിരിപ്പുകാർ. അങ്ങനെയായിരുന്നു ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. വളരെ വളരെ മോശമായിട്ട്, ഭയങ്കര മോശമായിട്ട് അനുമോളെ അവർ പാരഡി പാട്ട് പാടിയും മറ്റുള്ള രീതിയിലും വളരെ മോശമായിട്ട് അപമാനിച്ചു. അതിനുശേഷം ജിസേല് അനുമോള് ടോയ്ലറ്റിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ട്, ഞാനപ്പോൾ മുഴുവൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് ബന്ധപ്പെട്ട് എന്തോ വളരെ മോശമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അനുമോളിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. ഒന്നാമത്തെ കാര്യം, അനുമോൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. നമ്മൾ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ബ്രേക്ക് ആവാം. കാരണം അതുപോലെയുള്ളൊരു പ്ലേസ് ആണല്ലോ അത്. ഇമോഷൻസ് ബ്രേക്ക് ചെയ്ത് കരയുന്നത് കൊണ്ടൊരു പ്രശ്നമില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് ഇട്ടുന്നത്. നമ്മൾ ആവശ്യം, നമുക്ക് കരച്ചിൽ വരുമ്പോൾ കരയുക, അത് നമ്മുടെ സ്വാഭാവികമായ പ്രതികരണമാണ്. എന്തെങ്കിലും നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഇമോഷൻസ് ഔട്ട് ചെയ്യുക, നമ്മൾ ആ ഒരു പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ നമ്മൾ
ഭയങ്കരമായിട്ട് പോസിറ്റീവാവും സ്ട്രോങ് ആവും. അപ്പോൾ അതെന്തായാലും അനുമോൾ അത് തന്നെയാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അനുമോളെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അനുമോൾ കൺഫെഷൻ റൂമിൽ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം ബിഗ് ബോസ് ഇച്ചിരി നേരം മിണ്ടിയില്ല. എന്നിട്ട് ചോദിച്ചു, എന്താണ് അനുമോളെ, എന്താണ് കാര്യം, എന്താണ് സങ്കടം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. കുറച്ചു നേരം കരഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഒറ്റപ്പെടുത്താൻ ഒറ്റയ്ക്കല്ലേ വന്നത്, ഇവരെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ വന്നത്, അനുമോൾക്ക് അറിയില്ലേ, ഗെയിം എന്താണെന്ന് അനുമോൾക്ക് അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അറിയാം. അപ്പോൾ പറഞ്ഞ അമ്മയോടൊന്ന് 10 സെക്കൻഡ് അമ്മയോടൊന്ന് സംസാരിക്കണം, അമ്മയുടെ വാക്ക് മാത്രം കേട്ടാൽ, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി, ഞാനൊന്നും അങ്ങോട്ട് പറയില്ല. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, അങ്ങനെ ഈ ഗെയിം എന്താണെന്ന് അനുമോൾക്ക് അറിഞ്ഞിട്ടല്ലേ അനുമോൾ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു. പറഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ റിക്വസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് സമാധാനപ്പെടുത്തി. എന്നിട്ട് ചോദിച്ചു, ഒന്നാം സ്ഥാനം ആയിട്ട് എന്തിനാണ് അനുമോളെ എന്തിനാണ് വന്നതെന്ന് അനുമോൾക്ക് ഒരു ലക്ഷ്യമില്ലെന്ന് ചോദിച്ചു. അതിനുശേഷം ലക്ഷ്യമില്ലെന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഒന്നാം സ്ഥാനത്ത് എത്തണ്ടേ അതും ചോദിച്ചു. അപ്പോൾ വേണം ബിഗ് ബോസ് പറഞ്ഞു. പിന്നെ കുറച്ച് നേരം കരഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇരുന്നോളാൻ. അപ്പോൾ ഇരുന്നോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി കരി അവിടെ ഇരുന്നു, റിലാക്സ്ഡ് ആയി. പിന്നെ അതിനുശേഷം പുറത്തേക്ക് വന്ന അനുമോളെ നമ്മൾ വീണ്ടും പഴയതിലും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നെ പുറത്തേക്ക് വന്നിട്ട് പുള്ളിക്കാരി ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് വന്നില്ല, അടച്ചു വെച്ചിരുന്ന ചോറെടുത്ത് കഴിച്ചു. അപ്പോൾ പാത്രം കഴുകിയിട്ടില്ലല്ലോ, അപ്പോൾ ചോറെടുത്ത് കഴിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഒരു 3:30 മണിയായി. ചോറെടുത്ത് കഴിച്ചിട്ട്, നമ്മുടെ ഇവിടുത്തെ ടൈമിലേ നമുക്കറിയത്തുള്ളൂ, അവിടെ ഇനി എന്തോന്ന് അറിയത്തില്ല. ഇവിടെ എന്തായാലും ഒരു 3:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു, അവിടെയൊക്കെ പോയി വർത്താനം പറഞ്ഞു ഉല്ലസിച്ചിരിക്കുന്ന സമയമായിരുന്നു അനുമോള് വന്ന് കഴിച്ചതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൂത്താപ്പ അക്ബർ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ കണ്ടസ്റ്റന്റ് കഴിച്ചായിരുന്നു? അപ്പോൾ അതിന് മറുപടി പറയുന്നു, അടിമയെ പോലെ അപ്പാനി ശരത്ത്, പിന്നെ രാവിലെ കഴിച്ചായിരുന്നു, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ പറയുന്നു, അപ്പം നമ്മുടെ ഫുഡ് കഴിച്ചു, അല്ല ഞാൻ ഇവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, എന്നാലും ഞാൻ അറിയാൻ ചോദിക്കണം, ഇവൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഫുഡ് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കി ഒരാഴ്ച വരെ ആ പെങ്കൊച്ചല്ലി ഉണ്ടാക്കി കൊടുത്തു ഈ ഫുഡെല്ലാം. ഒരാഴ്ച വരെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തവള്, പിന്നെ ഒരു ദിവസം അവളൊന്ന് ലേറ്റ് ആയപ്പോഴത്തേക്ക് എന്തോ ഒരു ബഹളമാണ്. ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഫുഡ്, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ അടിമകളാണ് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നവർ. ഇവൻ്റെയൊക്കെ സമയത്തിന് ഫുഡ് വേണം, അവൻ്റെ സമയത്തിന് എല്ലാം വേണം. ഈ ഫുഡ് ഉണ്ടാക്കാൻ വരുമ്പോൾ പാചകത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്ന് എന്തോ ഒരു അലർച്ചയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത്, നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്നെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ സന്തോഷത്തിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ജോലി ചെയ്യും, അരിയാനുള്ളവർ അരിയും, ബാക്കിയുള്ള എന്തെല്ലാം പണികൾ കിടക്കുന്നു. ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ, ഒരാൾ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ ദോശ എങ്ങനെ കറക്റ്റ് ആവും? ഇത് തന്നെയാണ് അനുമോള് പറഞ്ഞു, ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അടുത്ത പണി ചെയ്തോളൂ, ഞാനിത് ചെയ്യാം. അപ്പോൾ ആരാണ് ഈ ഒച്ചപ്പാടും ബഹളം എല്ലാം കിച്ചണിൽ ബഹളം ഉണ്ടാകുന്നത്? ഇന്നിപ്പോൾ ആരെങ്കിലും കിച്ചണിൽ ബഹളം ഉണ്ടാക്കുക? അങ്ങനെ ഈ മൂത്താപ്പ അക്ബറിനെ ചോദിക്കുന്ന അനുസരിച്ച് അപ്പാനി ശരത്ത് പറയുന്നു. അതിനുശേഷം അനുമോള് കുളിച്ചിട്ട് വന്നിട്ട് അനുമോള് ഫുഡ് കഴിച്ചോണ്ടിരുന്നു. അവസാനം കഴിച്ചു തീർന്നതും ഒരു പട പോലെ അപ്പാനി ശരത്ത് ആദ്യം വന്നു, നീ പോയി പാത്രം കഴുകൂ. അത് കഴിയുമ്പോൾ അവൾ പറഞ്ഞു, കഴുകാം, ഞാൻ പിന്നെ അവിടെ വെച്ചേരെ, കഴിച്ച പാത്രം അവിടെ ടേബിളിൽ തന്നെ ഉണ്ട്, കഴിച്ച കയ്യിലാണ് ഇരിക്കുന്നത്, അവിടെ വെച്ചേരെ, ഞാൻ കഴുകാം. ഉടനെ ഇല്ല, പിന്നെ ചീവീട് സാധനം ഓടി വന്നിട്ട് അവളെ അടിക്കുന്ന രീതിയിലാണ്. പിന്നെ ഓരോരുത്തർ വരുവാണ്. പിന്നെ ഇല്ല എന്തുവാ പറയുന്നത്, അവിടുത്തെ എല്ലാ സെർവൻറ്റ് ഒരു പണിയും ചെയ്യാതെ അവിടെ വന്ന് തിന്നിട്ട് ഇരുന്ന് പിന്നെ ഫുഡും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു ഇതിൽ അവരുടെ മാസം തോറും ശമ്പളം കൊടുക്കുന്ന, അല്ലെ ദിവസക്കൂലിക്ക് ശമ്പളം കൊടുക്കുന്നവൾക്ക് അവൾ ചോറുണ്ടെന്ന് അവൾ പാത്രം കഴുകുന്നില്ല എന്നുള്ള ലക്ഷണത്തിൽ ഓരോരുത്തരും വന്ന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. അനുമോൾ ഒട്ടും കളിച്ചില്ല. അനുമോൾ പറഞ്ഞു വേറെ പണി നോക്കെന്ന് പറഞ്ഞു, എനിക്ക് കഴുകാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അത് തന്നെയായിരുന്നു വേണ്ടത്. എന്തായാലും പാത്രം അവിടെ വെച്ചിട്ട് അവളെ പാത്രം എടുത്ത് വെച്ച് കഴുകിയിട്ട് അവൾ അവിടെ പോയിരുന്നു. ഇരുന്നപ്പോഴത്തേക്ക് ഈ ചീവീട് എന്താ പേര് പറയാം, റെന ഫാത്തിമ, ചീവീടായി റെന ഫാത്തിമ, എൻ്റെ ദൈവം എന്തോ ഒരു ചൊറിയാ പെണ്ണ്. സത്യം പറഞ്ഞാൽ അവളങ്ങാണ്ട് 80 വയസ്സുള്ള മുതുമുത്തശ്ശി കിളവിയാവേണ്ടതായിരുന്നു. 10-18 വയസ്സുള്ളതെന്നാണ് പറയുന്നത്. എന്തോ ഒരു സംസാരം. ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ പോയി ചെന്ന് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? അവർ ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും, അത്രമാത്രം ഇറിറ്റേറ്റഡ് സൗണ്ട്. അയ്യോ എന്തോ ഒരു ഒച്ചപ്പാട്. എന്നിട്ട് പറയുന്നത് കണ്ടന്റാണ്. എന്നിട്ട് സകലമാനവന്മാരും ഈ മൂത്താപ്പ അക്ബറും പിന്നെ കിളവൻ അമ്മാവൻ അവനെ അമ്മാവനല്ല, അവനെ വേറെ എന്തെങ്കിലും പേര് വേണം, അപ്പാനി, ഏതാണ്ട് ഒരു സിനിമ അല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടാണത് ഭയങ്കര സിനിമ നടൻ. ബാക്കിയുള്ളവരൊന്നും മോശക്കാർ, ഇവരൊക്കെ സീരിയൽ നടികൾ. അല്ല ഈ സിനിമാ നടന്മാരും സീരിയൽ നടികളും തമ്മിൽ എന്താ വ്യത്യാസം എന്തുവാ? അവരും അഭിനയിക്കുന്നു, ഇവരും അഭിനയിക്കുന്നു. ഇവരെ ആൾക്കാർ തിരിച്ചറിയണമെങ്കിൽ എത്ര സിനിമയിൽ അഭിനയിക്കണം?
സീരിയലെങ്കിൽ ഒരു സീരിയലിൽ അഭിനയിച്ചാൽ കുടുംബ പ്രേക്ഷകർ അവരെ എടുത്ത് നെഞ്ചിൽ വെക്കും, അല്ലെങ്കിൽ തലയിലെടുത്ത് വെക്കും. അതാണ് അവസ്ഥ. അപ്പം അങ്ങനെ ഭയങ്കരമായ പ്രശ്നം, ഭയങ്കരമായെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ അനുമോള് പതറുമെന്ന് വെച്ചു. പക്ഷെ അനുമോൾ 1% പോലും പതറിയില്ല. അതുപോലെ ബിന്നി എടുത്ത് പറഞ്ഞു, ഇയാളെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറഞ്ഞു, എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് കഴിവാൻ. എല്ലാവരും അനുമോൾ ഓരോ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോഴും ഇവർ പുറവേ നടന്നില്ല. ഇല്ല ഒരാളുടെ പുറയില്ല, വാല് പോലെ പോകത്തില്ല. അതുപോലെ കണ്ടന്റ് ഇന്ന് അനുമോളിലായിരുന്നു കണ്ടന്റ്. ഇന്ന് രാവിലെ മുതൽ അനുമോളിൽ തന്നെയാണ് കണ്ടന്റ്. എന്തായാലും ഭയങ്കരമായ സ്ട്രോങ് ആയിട്ട് അനുമോൾ ശരിക്കും പറഞ്ഞു കൊടുത്തു. ശരിക്കെന്ന് പറഞ്ഞാൽ ശരിക്കും. എന്നിട്ട് ശൈത്യ എടുത്ത് പറഞ്ഞു, നീ പറഞ്ഞാലും ഞാൻ എതിർത്ത് തന്നെ സംസാരിക്കും, നീ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും. അങ്ങനെ പിന്നെ ലാസ്റ്റ് പുറത്തോട്ട് വന്നപ്പോഴും വാല് പോലെ എല്ലാം കൂടി ഇവളെ എടുത്ത് ഒച്ച വെച്ച് ഭയങ്കര, അത് ചെറിയ ഷൗട്ടൊന്നുമില്ല. അപ്പാനിയൊക്കെ എടി പൊടി മറ്റേ മറിച്ചത് ശരിക്കും. അവള് പറഞ്ഞു എടി പൊടി എന്നൊക്കെ ഇയാൾ നിന്റെ ഭാര്യയെ പോയി വിളിക്കാൻ പറഞ്ഞു, നിന്റെ പെണ്ണുമ്പിള്ളയെ പോയി വിളിക്കാൻ പറഞ്ഞു. സത്യമാണ്, അവൻ്റെ പെണ്ണുമ്പിള്ളയെ പോയി വിളിക്കണം. നാട്ടിൽ പെൺപിള്ളേരെ എന്തിനാണ് അവൻ എടി പൊടി എന്ന് വിളിക്കണം? അവൻ ആര് ലൈസൻസ് കൊടുത്ത്? അവൻ്റെ പെണ്ണുമ്പിള്ളയെ പോയി വിളിക്കണം. അപ്പോൾ പറയും എൻ്റെ പെണ്ണുമ്പിള്ളയെ എന്ന് പറയരുത്, എൻ്റെ രേഷ്മ എന്ന് പറയരുത്. രേഷ്മ അല്ല, ആരായാലും എന്തുവാ, അവന് വല്ല പെൺപിള്ളേരെയും പേടിയെന്ന് പൊടിയെന്ന് വിളിക്കാവോ? അപ്പോൾ ഇത് തന്നെ വളരെ നല്ല സ്ട്രോങ് ആയിട്ടാണ് അനുമോൾ കളിക്കുന്നത്. അനുമോൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ കളിക്കണം. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് 7ന്റെ പണിയല്ല 27ന്റെ പണിയുണ്ടെങ്കിൽ അതല്ലേ 37ന്റെ പണിയാണെങ്കിൽ അത് ആ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അടിമകളെന്ന് പറഞ്ഞ് ഇവന്മാരുടെ വാലായിട്ട് തൂങ്ങിയ ഈ ജിസേലിൻ്റെയും നിവിൻ്റെയും വാലായിട്ട് തുടങ്ങിയ കുറേ കൂതറകളുണ്ടല്ലോ, ആ കൂതറ ഊളകൾക്ക് നല്ല പണി ബിഗ് ബോസ് കൊടുത്ത് 4 ടാസ്ക്കാണുള്ളത്. ഈ 4 ടാസ്കിൽ ഒരു ടാസ്ക് ജയിച്ച്, ഒരു ടാസ്ക് ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞാൽ അത് 5 പ്രാവശ്യം, രണ്ടാമത്തെ ടാസ്ക് 10 പ്രാവശ്യം, അതിലൊരു ഓരോ പ്രാവശ്യം ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് തൊട്ട് തുടങ്ങണം. അങ്ങനെ 20 പ്രാവശ്യം എന്തോ ചെയ്യണം ഓരോന്നും. ചിലത് 5 പ്രാവശ്യം, ചിലത് 10 പ്രാവശ്യം, ചിലത് 20 പ്രാവശ്യം, അങ്ങനെ ചെയ്യണം. ഇവർ ഇന്നും ചെയ്യും, നാളെയും ചെയ്യും, മറ്റന്നാളും ചെയ്യും. ഇങ്ങനെ പോയാൽ ഇവർ ലാലേട്ടൻ വരുന്നവരെയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെ ഈ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ വാഷ്റൂം മാത്രം യൂസ് ചെയ്യാൻ അകത്ത് കയറുക. ഈ അകത്തുള്ള ഹൗസിലുള്ള ഹൗസ്മേറ്റ്സ് യാതൊരു തരത്തിലുള്ള ഇൻട്രാക്ഷനും പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവിടെ തകൃതിയായിട്ട് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റെന ഫാത്തിമയ്ക്ക് വായുവില്ല, ചീവിയുടെ സംസാരമില്ല, ഇങ്ങനെ ഒടിഞ്ഞകത്ത് തളർന്നിരിപ്പുണ്ട്. അതേപോലെ ഷാനവാസ്, അനീഷ് ഇവരെല്ലാം ഒരു പരുവായി. അക്ബറാണെങ്കിൽ മൂത്താപ്പക്ക് ഭയങ്കര നീളമാണല്ലോ, മൂത്താപ്പ ഇങ്ങനെ കുനിഞ്ഞു കിടന്നില്ല. എപ്പോഴത്തെ മൂത്താപ്പന്മാരൊക്കെ നല്ല ഡീസന്റ് മൂത്താപ്പരെ, പഴയ 18ാം നൂറ്റാണ്ടിലെ മൂത്താപ്പന്മാരുടെ ലക്ഷണത്തിലാണ്. സകലമാന എന്ന് പറഞ്ഞാൽ ഇല്ല കുത്തിത്തിരിപ്പ്, കുശുമ്പ കുന്നേമ. അത് സ്ത്രീകളുടെ കുഴി വന്നിരുന്നു. ഒരു പെണ്ണിന്റെ പുറവിൽ ഇവന്മാരെല്ലാം വന്നിടന്ന് ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ ആ ഒരു എന്ത് പറഞ്ഞാൽ ഇവനെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം? അവള് പറഞ്ഞ കറക്റ്റാണ്. മൊണ്ണകള്, വാഴകള്, കൂതറകള്, ഊളകള്. അനുമോളെ ഇതെല്ലാം ഞാൻ അനുമോളെ കടമെടുക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രമുഖ നടിയും നർത്തകിയും എയർ ഹോസ്റ്റസും എൻജിനീയറും നഴ്സും ബ്ലോഗറും ഒക്കെ ആയ അവിടെ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഞാൻ ജിനുവിൻ്റെ വാക്ക് കടമെടുത്ത കേട്ടോ. അപ്പം ജിനു പറയുന്നത് ഭയങ്കര രസമാണല്ലോ. അപ്പോൾ പ്രമുഖ നടിയും എയർ ഹോസ്റ്റസും എൻജിനീയറും നഴ്സും പിന്നെ എന്തൊക്കെ ഇഷ്ടംപോലെ പറയും. ഇത്രയൊക്കെ ആയ നമ്മുടെ പുള്ളിക്കാരിയെ രാവിലെ തൊട്ടേ വായിലിട്ട് എന്തോ ഇല്ല അമുങ്ങി ഇവിടെയൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ട് മാറി ഓരോന്ന് ചവച്ച് തിന്നുന്ന മാത്രമാണ് കിച്ചണിൽ ഇരുന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. രാവിലെ തൊട്ട് ഈ സമയത്ത് ഇപ്പോൾ ടൈം എത്രയായി? 10:30 മുതൽ 10:30 വരെയും ഇത് തന്നെയാണ് അവസ്ഥ. വായിലിട്ട് എന്തൊക്കെയോ തിന്നോണ്ട് നടക്കുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങൾ വേറൊന്നിലും ഇടപെടേണ്ട, ഇനി കുറച്ച് ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിന്നോണ്ട്, കാരണം ഇപ്പോൾ അവിടെ ആരും ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അനുമോളിങ്ങി പോരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം തിന്നാൻ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി തിന്നുന്ന ഇതായിരുന്നു കണ്ടന്റ്. എന്തായാലും പുറത്ത് നല്ല രേണുസുതിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കാണല്ലോ, പല വീഡിയോസും നിങ്ങൾ കണ്ടു കാണല്ലോ. ഗർഭഛിദ്രമോ എന്തൊക്കെ, അതൊക്കെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾ, അതൊക്കെ എടുത്തിട്ട് അലക്കാൻ നമുക്കും താല്പര്യമില്ല. അതൊക്കെ ബിഗ് ബോസ് ഷോയിനുള്ളിൽ എന്ത് കാണിക്കുന്നോ അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഞാൻ കളഞ്ഞു. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുമില്ല. ഞാൻ പിന്നെ കാണുന്നുണ്ട് പുറത്തെ കോലാഹലങ്ങൾ. രേണുസുതി അവിടെ കണ്ടന്റ് കൊടുക്കുന്നതൊക്കെ ഇവിടെയും. രേണുസുതി ഇവിടെ ഇല്ലെങ്കിലും രേണുസുതി ഇവിടെ ലൈവ് തന്നെയാണ്. അപ്പോൾ രേണുസുതിയുടെ കാര്യം അത്രയൊക്കെയുള്ള. രേണുസുതി ഇനി എന്താണെന്ന് അറിയത്തില്ല. നോമിനേഷനിലൊക്കെ എല്ലാവരും വന്ന് കിടക്കുന്ന. ഇനി ആരൊക്കെ നമുക്ക് നോമിനേഷൻ ആരെങ്കിലും വരുമെന്ന് അറിയാനുമില്ല. ഇനിയിപ്പോൾ അത് ആദിലയും നൂറയും നോമിനേഷനിലുണ്ട്. അവരുടെ കാര്യവും നമുക്കറിയത്തില്ല. നൂറ എങ്ങനെ ഔട്ടായാൽ ആദിലയുടെ അവസ്ഥ എന്താവുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്തായാലും എല്ലാവരും ഒക്കെ ഒരുവിധമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ടാസ്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് കൊതി നുണയൊക്കെ പറയുന്നു. ഇനി എന്തായാലും ഇന്ന് വഴക്കൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഈ വഴക്കാളികളെല്ലാം ഉള്ളിൽ പോയതുകൊണ്ടേ, അനുമോള് പുറത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴക്കുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പാന് പുറത്തുണ്ട്. അതുകൊണ്ട് ഇനി അപ്പാന് ഈ ഗ്യാങ് ഇല്ലെങ്കിൽ അപ്പാന് പിന്നെ വെറും ഇല്ലെന്തോ പറയുന്നേ ഇല്ലേ,
പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ സിനിമ നടനല്ലയോ, പ്രശസ്തനല്ലയോ, നമ്മൾ പെണ്ണെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മോശമാവത്തില്ല. എന്നാലും ഞാൻ പറയാം, ഒരു പെണ്ണൻ അത്രേ പറയാൻ പറ്റൂ. ഇനി അവളെ ഭാര്യ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പിന്നെ കേസ് കൊടുക്കട്ടെ, ഭർത്താവിനെ പെണ്ണെന്ന് വിളിച്ചിട്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ പറയുന്ന കേട്ടും കുറേ ആണുങ്ങളുടെ കൂടെയും പരദൂഷണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അപ്പാനി, സെക്രട്ടറി മൂത്താപ്പ അക്ബറും ഒക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും എന്തായാലും ഒരുമിച്ചില്ലാത്തതുകൊണ്ട് ഇന്നത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും. എന്തായാലും രാത്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് നെക്സ്റ്റ് വീഡിയോ ഇരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.